കഴിഞ്ഞ ദിവസം ചില വീഡിയോകൾ പുറത്തുവിട്ടപ്പോഴാണ് അനുമോൾ പറയുന്നത്, നിങ്ങൾ ആരോടും പറയാത്ത ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുണ്ട്, ആരും പ്രതീക്ഷിക്കില്ല, ഇതൊക്കെ എപ്പോൾ എന്ന് നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. ഈ വീഡിയോകളെല്ലാം പങ്കുവച്ചതിന് ശേഷം അവസാനം ഞങ്ങളത് പറയും. ഇതെപ്പോ എന്ന് നിങ്ങൾ ഞെട്ടിത്തരിച്ച് ചോദിക്കും എന്നാണ് പ്രേക്ഷകരോട് അനുമോൾ വെല്ലുവിളിക്കുന്നത്. ഇതിന് താഴെ വരുന്ന കമന്റ് സെക്ഷനിലെ കമന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നത്, ദിയാകൃഷ്ണ മുൻപ് ചെയ്തതുപോലെ തമിഴ് രീതിയിൽ മുൻപ് ഇവർക്കൊരു വിവാഹം കഴിഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ താലികെട്ട് പോലുള്ള മറ്റൊരു ചടങ്ങ് നടന്നിട്ടുണ്ടാകും എന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ വിവാഹ നിശ്ചയത്തെക്കുറിച്ചായിരിക്കാം ഒരു പക്ഷേ അനുമോൾ ഉദ്ദേശിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും വിവാഹവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ചടങ്ങ് തന്നെയാണ് അനുമോൾ അവിടെ മുൻപേ നടത്തിയിരുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഇതോടെ പ്രേക്ഷകരെല്ലാവരും വളരെ കൃത്യമായുള്ള വാക്കുകൾ കൊണ്ടും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കൊണ്ടും തന്നെയാണ് ഇത് ഏറ്റെടുക്കുന്നത്. ആരാധകർ വളരെയധികം സ്നേഹത്തിൽ തന്നെയാണ് അനുമോളുടെ വാർത്തകൾ കേൾക്കുന്നത്. ഈ വിവാഹത്തിന് മുൻപ് തമിഴ് രീതിയിലെ വിവാഹം ഉണ്ടായിരുന്നുവെങ്കിലും, വിവാഹ നിശ്ചയ ചടങ്ങുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാത്തതിൽ ഞങ്ങൾ ഒരിക്കലും അനുമോളോട് പിണങ്ങില്ല എന്നാണ് ഭൂരിഭാഗം കമന്റുകളും അനുമോൾക്ക് പിന്തുണയായി വരുന്നത്. അനുമോളുടെ വിവാഹം കഴിഞ്ഞതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞങ്ങൾ അനുമോളുടെ ആരാധകർ തന്നെയാണ്. ഞങ്ങളോട് പറഞ്ഞില്ല എന്നും നേരത്തെ അറിയിച്ചില്ല എന്നുമൊക്കെ പരാതി പറയുന്നവർ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി അനുമോളുടെ പിന്നാലെ നടക്കുന്നവരാണെന്ന അനുമോൾക്ക് തന്നെ നല്ല നിശ്ചയമുണ്ടെന്ന് പറയാം. എന്തുകൊണ്ട് തൻ്റെ വിവാഹം നേരത്തെ പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോഴും അനുമോൾ തൻ്റെ യൂട്യൂബ് ചാനലിൽ വന്ന് പറഞ്ഞതും ഇതേ കാര്യങ്ങൾ തന്നെ ആയിരുന്നു. പലർക്കും ഞാൻ വിവാഹം കഴിക്കുന്നത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ പലരും അത് മുടക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ആരോടും പറയാത്തത് എന്നാണ് അനുമോൾ പറയുന്നത്. ഭുവനേഷ് എന്ന അനുമോളുടെ പ്രിയ ഭർത്താവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയായിരുന്നു വിവാഹം കഴിഞ്ഞ തൊട്ട നിമിഷം തന്നെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത്. ഇതിനുശേഷം ഇത് പബ്ലിഷ് ചെയ്യുകയും മറ്റാർക്കും തന്നെ തൻ്റെ വിവാഹം എടുക്കാനുള്ള അവകാശം കൊടുക്കാതെ അനുമോൾ അത് വളരെയധികം തന്നെ പ്രൈവറ്റായി സൂക്ഷിക്കുകയായിരുന്നു. പ്രൈവറ്റ് ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് എന്നതായിരുന്നു അനുമോളുടെ വിവാഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അധികം താരങ്ങൾക്കൊന്നും സാധിക്കാതെ പോകുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രനടയിൽ രാവിലെ 4 മണി മുതലാണ് ഏകദേശം വിവാഹങ്ങൾ തുടങ്ങുന്നത്. ആ സമയത്ത് തന്നെയായിരുന്നു അനുമോളുടെ വിവാഹവും. അതുകൊണ്ട് അധികം ആളും ശ്രദ്ധിക്കപ്പെട്ടില്ല. അധികം ആരും അറിയാതെ തന്നെ പെട്ടെന്ന് അനുമോളുടെ വിവാഹം നടക്കുകയും ചെയ്തു. എന്നാൽ ചില മാധ്യമങ്ങൾ നേരത്തെ വിവാഹമാണെന്ന് മണത്തറിഞ്ഞതോടെ തന്നെ അവിടെ എത്തുകയും അമ്പലം വളയുകയും അനുമോളുടെ വിവാഹങ്ങൾ കുറച്ചൊക്കെ തന്നെയും പകർത്തുകയും ചെയ്തു. എന്നാൽ പിന്നീട് നടന്ന ഡെസ്റ്റിനേഷൻ വെഡിങ്ങിൽ ആരും തന്നെ അവിടെ എത്തുകയും മാധ്യമ വിലക്ക് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ ഡെസ്റ്റിനേഷൻ വെഡിങ്ങിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളും മാധ്യമങ്ങൾ വഴി പുറത്തെത്തിയില്ല എന്നും, മറിച്ച് അനുമോളുടെ ചാനൽ വഴിയും അവിടെ പങ്കെടുത്ത മറ്റ് താരങ്ങളുടെയും അവിടെ എത്തിയ വിശിഷ്ട അതിഥികളുടെയും വീഡിയോ വഴിയുമാണ് എല്ലാവരും തിരിച്ചറിഞ്ഞതും എല്ലാവരും കണ്ടതും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.